വർഷങ്ങൾക്കകം തന്നെ ആരംഭിക്കും. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. CPM-ന്റെ ഉപരി കമ്മിറ്റികളിൽ നിന്നും നേതാക്കൾ ഈ സമ്മേളനത്തെ പങ്കെടുക്കുന്നുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സമ്മേളനം വിപുലമായ സജ്ജീകരണങ്ങളാണ് സംഘാടന പ്രവർത്തകരും സ്വാഗത സംഘവും ഒരുക്കിയിട്ടുള്ളത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും സംഘടനാ വിഷയങ്ങളും സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് CPIM-നെ ചടയമംഗലം മേഖലയിലെ കരുത്തുറ്റ വിപ്ലവ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഈ സമ്മേളനം എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനായി പാർട്ടി അംഗം സഖാവ് പി. ശ്രീകുമാരൻ ക്ഷണിക്കുന്നു. പ്രതിനിധി സഖാക്കൾ മുഴുവൻ ആളുകൾ നാളുകളിൽ പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. സമ്മേളന നടപടികൾ ആരംഭിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അജണ്ട ഒന്ന്, രക്തസാക്ഷി പ്രമേയം. 2, രക്തസാക്ഷി മണ്ഡലത്തിൽ പുഷ്പാർച്ചന, പതാക ഉയർത്തൽ. 3, അനുശോചന പ്രമേയം. 4, സ്വാഗതം. 5, ഉദ്ഘാടനം. 6, റിപ്പോർട്ട് അവതരിപ്പിക്കൽ. 7, ചർച്ച. 8, മറുപടി. 9, കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ. 10, ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ്. 11, അഭിവാദ്യങ്ങൾ. 12, പ്രമേയങ്ങൾ. 13, റിഡംഷൻ റിപ്പോർട്ട്. 14, ഭാവി കടമകൾ. 15, കൃതജ്ഞത. 16, പ്രഭാഷണം. ഈ അജണ്ട കൈ ഉയർത്തിയിരിക്കുന്നതോടെ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുവാനായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് D. ദേവകുമാർ ക്ഷണിക്കുന്നു. രക്തസാക്ഷി പ്രമേയം. രക്തസാക്ഷി ചരിത്രത്തിനും കാലത്തിനും കനലിന്റെ ഭരണതന്ത്രത്വം സാമ്രാജ്യത്വ ജന്മിച്ചൊരുത്ത പോരാട്ടങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടിയുള്ള വിവരാണിതാർത്ഥ പോരാട്ടങ്ങളിൽ വീരപ്രതി വഹിച്ചവർ രക്തസാക്ഷി. ജീവൻ കൊണ്ട് പോരാട്ടങ്ങളെ അടയാളപ്പെടുത്തി ആയുധങ്ങൾക്ക് മുന്നിൽ പതറാത്ത ധീര പോരാളി. ഓർമ്മകളിൽ ഈ ഗുലാബിന്റെ വിനാദമായ ആ രക്തസാക്ഷികളെ CPIM ചടയമംഗലം ഏരിയ സമ്മേളനം സ്വാഭിമാനം അവരുടെ ചിരസ്മരണയ്ക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ സമർപ്പിക്കും. ചൂഷണരഹിതമായ സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയ്ക്കായി അവർ നയിച്ച ധീരോത്തമായ പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിയോടെ തുടരുമെന്നും ഓർമ്മകളിലൂടെ അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ സാക്ഷാത്കരിക്കാനായി അവിശ്രമം പോരാടുമെന്നും ഈ സമ്മേളനം പ്രതിജ്ഞ ചെയ്യും. അടുത്തതായി രക്തസാക്ഷി മണ്ഡലത്തിൽ ഉത്പാദി തുടർന്ന് പതാകയോഗ്യമാണ്. മുഴുവൻ സഖാക്കൾ
ഒരു വരിയായി ഈ പുഷ്പാർച്ചനയിൽ പതാകത്തിൽ പങ്കെടുക്കണം എന്ന് അറിയിക്കുകയാണ്. CPIM Zindabad! CPIM Zindabad! Party Congress Zindabad! Party Congress Zindabad! Ektadarchigal Zindabad! Ektadarchigal Ranascharanmar! Ranascharanmar Dhiranmar! Ranascharanmar Dhiranmar! അവർ നയിച്ചൊരു പാതയിലൂടെ സഖാക്കളെ നാം മുന്നോട്ട് സഖാക്കളെ നാം മുന്നോട്ട് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് CPIM സിന്ദാബാദ് CPIM സിന്ദാബാദ് CPM ചടയമംഗലം ഏരിയ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നതിനു വേണ്ടി വിവിധ ലോക്കൽ മേഖലകളിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള CPMൻ്റെ ഏരിയ സമ്മേളന പ്രതിനിധികളാണ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നതിനു വേണ്ടി CPMൻ്റെ ഏരിയ സമ്മേളന പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് മാർച്ച് നടത്തുന്ന ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഒരു ലൈനായി തന്നെ പോണേ. അത് മാറിപ്പോയതാ. രണ്ട് സൈഡിലായിട്ട് ഒന്ന് കൊടുക്കണം. ആ വണ്ടി കയറ്റി ശരിയാണ്.
ഇൻകുലാബ് സിന്ദാബാദ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് 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 സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് തുലയട്ടെ 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 സാമ്രാജ്യത്വം തുലയട്ടെ സാമ്രാജ്യത്വം തുലയട്ടെ മുതലാളിത്വം തുലയട്ടെ പുലരട്ടെ 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 സോഷ്യലിസം പുലരട്ടെ സോഷ്യലിസം പുലരട്ടെ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് ഏരിയ സമ്മേളന സിന്ദാബാദ് ഏരിയ സമ്മേളന സിന്ദാബാദ് പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് ഇൻകുലാബ് 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 സിന്ദാബാദ് സഖാക്കളെ, 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ചടയമംഗലം ഏരിയ സമ്മേളനം ഇന്നലെ വൈകിട്ട് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർന്നതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ സമയബന്ധിതമായി പ്രതിനിധി സമ്മേളനം തുടങ്ങുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ടി എസ് പത്മകുമാറിനെ ആദരവ് ഇൻകുലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് ഏരിയ സമ്മേളന സിന്ദാബാദ് തിരുപതാകെ രക്തപതാകെ തിരുപതാകെ രക്തപതാകെ മുട്ട പാറുപതാകെ വർഗീയവാദം തുലയട്ടെ വർഗീയവാദം തുലയട്ടെ സോഷ്യലിസം പുലരട്ടെ സോഷ്യലിസം പുലരട്ടെ കമ്മ്യൂണിസം പുലരട്ടെ കമ്മ്യൂണിസം പുലരട്ടെ സിപിഐഎം സിന്ദാബാദ് ഏരിയ സമ്മേളനം സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് അതെ അതെ അതെ
രണ്ട് ഡസ്റ്റ് കുഴപ്പമില്ല പോവും. അല്ല അവിടെ മുഴുവൻ സഹായത്തിനും നാടിനുള്ളിൽ പ്രവേശിക്കണം. രജിസ്ട്രേഷൻ നടപടിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഇടപെട്ട് പൂർത്തിയാക്കുക. അതിനുള്ള പ്രതിനിധി സഹായങ്ങൾ അല്ലാത്തവർക്കും നാടിനുള്ളിൽ പ്രവേശിക്കാം. അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നതിനായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് MK നിർദ്ദേശിച്ചു. അനുശോചന പ്രമേയം സഖാവ് സീതാറാം യെച്ചൂരി, ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ധീരനായകൻ, CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി 2024 സെപ്റ്റംബർ 12 അന്തരിച്ചു. ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് സഖാവിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. ശ്വാസകോശാണുബാധ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. CPIM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും രാജ്യത്തെ ഏറ്റവും പ്രധാന നേതാവായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. മികച്ച മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ കൂടിയായ അദ്ദേഹം രാജ്യത്തും ലോകത്താകെയും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ ദിശാബോധത്തോടു കൂടിയ നിലപാടുകൾ സ്വീകരിച്ചു. CPIM-ന്റെ അഭിപ്രായം വ്യക്തതയോടെ അവതരിപ്പിക്കുവാനും പാർട്ടിയുടെ ശബ്ദം രാജ്യത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുവാനും അദ്ദേഹത്തിനായി 1974 ഡൽഹി ANU സർവകലാശാലയിലെത്തിയ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃനിലയിൽ ഉയർന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് വിദ്യാർത്ഥി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ANU വൈസ് ചാൻസലർ സ്ഥാനം രാജിവെക്കാൻ ഇന്ദിരാഗാന്ധിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് അവർക്ക് മുന്നിൽ കുറ്റപത്രം വായിച്ചു കേട്ടിരുന്ന യെച്ചൂരിയുടെ ചിത്രം അക്കാലത്തെ അദ്ദേഹത്തിന്റെ സമര പോരാട്ടങ്ങളുടെ ജ്വലിക്കുന്ന ഏടാണ്. SFIയെ അഖിലേന്ത്യാ തലത്തിൽ ശക്തിപ്രാപിക്കുന്നതിൽ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത്. 1975 CPIM-ന് അംഗമായ സഖാവ് പിന്നീട് പാർട്ടി ജനറൽ സെക്രട്ടറി വരെയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പാർട്ടിയുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും നിലപാടുകളും രൂപപ്പെടുത്തുന്നതിൽ സഖാവിന് തന്റേതായ പങ്ക് വഹിക്കാനായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പുരോഗമന ശക്തികളുടെ വിവിധ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ CPIM-നെ പ്രതിനിധീകരിച്ച് അദ്ദേഹമായിരുന്നു. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുമായും സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളുമായും അചഞ്ചലമായ ബന്ധമാണ് അദ്ദേഹം കാത്തുസൂക്ഷിച്ചത്. മികച്ച വാഗ്മിയും എഴുത്തുകാരനുമായ സീതാറാം യെച്ചൂരി തന്റെ കഴിവുകൾ പൂർണ്ണമായും പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തി. മികച്ച സംഘാടന പ്രവർത്തനങ്ങളിൽ എന്നതിനു അപ്പുറം അതുല്യമായ പാർലമെന്റേറിയനും ആയിരുന്നു. 2005 മുതൽ 2017 വരെ രാജ്യസഭയിൽ അംഗമായിരുന്ന കാലത്ത് അദ്ദേഹം അത് തെളിയിച്ചു. വർഗീയതയ്ക്കും അഴിമതിക്കും എതിരായ പോരാട്ട വേദിയാക്കി പാർലമെന്റിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രസംഗങ്ങൾ ഓർക്കുന്നത്. വർഗീയ ശക്തികൾക്കെതിരായ കൂട്ടായ്മകൾക്കും നേതൃനിലയിൽ സഹാവുണ്ടായിരുന്നു. UPA സർക്കാരുകളുടെ കാലഘട്ടത്തിലെ നിലപാടുകളും നയപരിപാടികളും രൂപപ്പെടുത്തുന്നതിനും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ BJP വിരുദ്ധ ശക്തികളെ ഏകോപിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ നേതൃപാടവം രാജ്യം തിരിച്ചറിഞ്ഞു. രാഷ്ട്രീയ എതിരാളികളുടെ പോലും ആദരവ് നേടിയെടുക്കുന്ന തരത്തിലുള്ള ഉന്നതമായ
പെരുമാറ്റവും സംസാര ശൈലിയുമായിരുന്നു അദ്ദേഹം എക്കാലം സ്വീകരിച്ചത്. രാഷ്ട്രീയ മേഖലയ്ക്കകത്തും പുറത്തും വിശാലമായ സൗഹൃദമാണ് ദേശാതിർത്തികൾ കടന്നും അദ്ദേഹം കാത്തുസൂക്ഷിച്ചത്. ഇന്ത്യയെ മതനിരപേക്ഷ ഫെഡറൽ സ്വഭാവമുള്ള രാജ്യമാക്കി നിലനിർത്തുന്നതിനും വംശീയതയുടെയും അടിസ്ഥാനത്തിൽ രാജ്യം സ്ഥിരമാക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഭരണഘടനയുടെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും സഖാവ് യെച്ചൂരി വിട്ടുവീഴ്ചയില്ലാതെ പോരാടി. ഇന്ത്യ കൂട്ടായ്മയുടെ മുഖ്യ ശില്പിയായിരുന്നു സഖാവ്. 1981 മാർച്ച് മാസം 7-8 തീയതിയിൽ പുനലൂരിൽ നടന്ന SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അവസാനമായി 2024 ആഗസ്റ്റിൽ കരുണാകരന്റെ ശേഖരിയും ഓഡിറ്റോറിയത്തിൽ നടന്ന പാർട്ടി മേഖലാ ജനറൽ ബോഡിയിൽ സഖാവ് റിപ്പോർട്ടിംഗ് നടത്തുകയുണ്ടായി. ഇതായിരുന്നു സഖാവിന്റെ കേരളത്തിലെ അവസാന പരിപാടി. സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം CPIM-നും ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും രാജ്യത്തിനാകെയും തീരാവേദനയും നഷ്ടവുമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ പാർട്ടി ഏരിയ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ 2022 ഒക്ടോബർ 1 അർബുദ രോഗത്തിന് ചികിത്സയിലിരിക്കെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് നിര്യാതനായി. വിദ്യാർത്ഥിക്കാലം മുതൽ ആരംഭിച്ചതാണ് രാഗോചരമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. 1975 ജൂൺ 25 രാജ്യത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം തലശ്ശേരിയിൽ പ്രകടനം നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂര മർദ്ദനത്തിനിരയാക്കി. നിശാപ്രകാരം 16 മാസം ജയിലടച്ചു. SFI സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച സഖാവ് 1990 മുതൽ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 1992 പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും 2002 പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 2008 പോളിറ്റ് ബ്യൂറോ അംഗമായി. 2015, 18, 22 വർഷങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1982, 1987, 2001, 2006, 2011 എന്നീ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തലശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. 2011 കാലഘട്ടം ആഭ്യന്തര ടൂറിസം ചുമതലയുള്ള മന്ത്രിയായി. പോലീസ്, ജയിൽ, ടൂറിസം രംഗങ്ങളിൽ മികച്ച പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി മികച്ച ഭരണാധികാരി എന്ന പേരെടുത്തു. 2016 ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിന്റെ അമരക്കാരനായി. രോഗബാധിതനായി 1 വർഷക്കാലം ചികിത്സയിൽ കഴിയേണ്ടി വന്നപ്പോഴും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെന്റിനും തുടർ ലഭിക്കുന്നതിന് അതുല്യമായ പങ്കുവഹിച്ചു. സങ്കീർണമായ ഏത് പ്രശ്നങ്ങൾക്കും വളരെ വേഗം പരിഹാരം കണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കഴിവും പാർട്ടിക്കെതിരായ കടന്നാക്രമണങ്ങളെ എല്ലായ്പ്പോഴും സൗമ്യമായി നേരിട്ട് പാർട്ടിയെ സംരക്ഷിക്കുന്നതിലും അസാമാന്യ വിജയം വരിക്കുവാൻ സഖാവിന് കഴിഞ്ഞു. വലതുപക്ഷ പാർട്ടികൾ, മാധ്യമങ്ങളും വ്യാജ ആരോപണങ്ങളാൽ വ്യക്തിപരമായി കടന്നാക്രമിക്കുമ്പോഴും അതിനെല്ലാം സൗമ്യമായി നേരിട്ട് അനുകരണീയമായ മാതൃകയാണ് സഖാവ് കോടിയേരി. മികച്ച ഭരണാധികാരി, ആധുനിക കേരളത്തിന്റെ വികസനത്തോടൊപ്പം വളർന്ന വ്യക്തിത്വം, സമരനിഷ്ഠവും സൗമ്യനിഷ്ഠവുമായ ജീവിതം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ പ്രിയ സഖാവിന്റെ വേർപാട് ഏരിയ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സഖാവ് M. മണികണ്ഠൻ പിള്ള ഈ സമ്മേളന കാലയളവിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികെ
മരണപ്പെട്ട സഖാവ് എം മണികണ്ഠൻ പിള്ളയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. CPIM ചടയമംഗലം ലോക്കൽ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, KSK2 ഏരിയ ജോയിന്റ് സെക്രട്ടറി, കർഷക സംഘം ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, ആട്ടോ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ്, CITU ഏരിയ കമ്മിറ്റി അംഗം, ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരവെ പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് 10/11/22 മരണപ്പെടുകയുണ്ടായി. പ്രിയ സഖാവിന്റെ വേർപാടിൽ ഏരിയ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അനുശോചന പ്രമുഖ CPIM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും CITU സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് എം. CPIM മുൻ സംസ്ഥാന സെക്രട്ടറി, CITU സംസ്ഥാന പ്രസിഡന്റ് ആന്റിക്കൻ MLA-മായിരുന്ന സഖാവ് ആനന്ദൻ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം, മഹാ നമ്മളെ പണ്ട് ഇവിടെ ഏരിയ കമ്മിറ്റിയിലെ കടകളിലുള്ള ഓർക്കുന്ന നമ്മൾ മാസങ്ങളും കളക്ടറേറ്റ് വിസിറ്റ് എന്തെല്ലാം നടത്തിയിരുന്നു. തുളസിയെ കുറിച്ച് നയിച്ച ഒരു അഴിമതിക്കെതിരെ ഒരു കളക്ടർമാർക്കുണ്ടായിരുന്നു. ചാനൽ വർക്കുണ്ടെങ്കിലും സഹാബ് നമ്മളെ അതിലവിടെ വന്നിട്ടെല്ലാം ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സഖാവ് എം. രവീന്ദ്രൻ, മരുതവപ്പള്ളി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പൂയപ്പള്ളി സർവീസ് പ്രസിഡന്റുമായിരുന്ന സഖാവ് ഇ. മുരളീധരൻ, പാർട്ടി കളക്കൽ മുൻ ഏരിയ കമ്മിറ്റി അംഗവും ഇട്ടിവ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സഖാവ് എം. ഷെരീഫ്, പാർട്ടി ഇളമാട് ലോക്കൽ കമ്മിറ്റി അംഗവും കർഷക സെക്രട്ടറിയുമായിരുന്ന സഖാവ് മധുസൂദനപിള്ള, നിലമേൽ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും മഹാ അസോസിയേഷൻ നേതാവുമായിരുന്ന സഖാവ് എസ്. നായർ, ചെറുവക്കൽ LC-യിലെ പാറക്കോട് ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന സഖാവ് ശങ്കരപിള്ള, പി.ടി. തോമസ് MLA, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് KSC പ്രവർത്തകർ കുത്തിപ്പറപ്പെടുത്തിയ സഖാവ് ധീരജ് രാജേന്ദ്രൻ, പൂയപ്പള്ളി ചെമ്പ്ര ബ്രാഞ്ചംഗം സഖാവ് രാജേന്ദ്രൻ, സഖാവ് തമ്പി നെടുവത്തൂർ, മുൻ AC അംഗം സഖാവ് ശിവാനന്ദൻ, സാഹിത്യകാരൻ കൊച്ചുകുഞ്ഞ്, EMS-ന്റെ മകൻ സഖാവ് ശശി, NGO യൂണിയൻ മുൻ ജില്ലാ പ്രസിഡന്റ് സഖാവ് ചന്ദ്രശേഖരൻ, പ്രശസ്ത നാടക നടൻ ആലപ്പി രംഗനാഥൻ, ചെറുവക്കൽ മുൻ LC അംഗം സഖാവ് എം. കുഞ്ഞുമോൻ, ചെറുവക്കൽ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് പാപ്പച്ചൻ, ഇളമാട് അടൂരിലേക്കുള്ള വിവാഹയാത്രയ്ക്കിടെ കാർ കനാലിലേക്ക് വീണ് മരണപ്പെട്ട 3 സഖാക്കൾ, RSSകാർ അരിപ്പടലയിൽ ചെയ്ത സഖാവ് ഹരിദാസ്, തിരുവല്ലം ശിവരാജൻ, പ്രശസ്ത സിനിമാതാരം സഖാവ് KPSC ലളിത, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരാലി സഖാവ് തങ്ങൾ, പ്രശസ്ത കായികതാരം ഷാഹിൻ മോൺ, പാർട്ടി ആസാം സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് മാധുരി വർമ്മൻ, മാർക്സിസ്റ്റ് ചിന്തകൻ ഇജാസ് അഹമ്മദ്, നിലമേൽ കണ്ണക്കോട് ബ്രാഞ്ചംഗം സഖാവ് അൻസാരി, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് മഞ്ജു സ്വരാജ്, കോൺഗ്രസ് നേതാവ് തലയക്കുന്നിൽ ബഷീർ, മാധ്യമ പ്രവർത്തകൻ സഹദേവൻ, ചെറിയന്നൂർ ശശിധരൻ നായർ, ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ കോൺപോൾ ശങ്കരനാരായണൻ, പത്മശ്രീ ജേതാവ് ഡോക്ടർ എം. വിജയൻ, ചെറുവക്കൽ നെട്ടയം ബ്രാഞ്ചംഗം സഖാവ് നാരായണപിള്ള, സുധാകര പ്രസാദ്, മുൻ MLA പ്രയാഗ് ഗോപാലകൃഷ്ണൻ, പാർട്ടി 5 DC അംഗം സഖാവ് ജെ. പത്മൻ, മുൻ മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന സഖാവ് ശിവദാസമേനോൻ, ഉദുമ MLA ആയിരുന്ന സഖാവ് രാഘവൻ, മുൻ DC അംഗം വി ശശീന്ദ്രൻ, മുതിർന്ന നേതാവ് D. ബാലേന്ദ്രൻ, ചൊവ്വള്ളൂർ കൃഷ്ണൻകുട്ടി, ചവറ മോഹൻദാസ്, തെക്കുംഭാഗം മോഹനൻ, വർഗീയവാദികളാൽ കൊലയപ്പെട്ട പാലക്കാട് മരുതൂർ റോഡ് LC അംഗം ഷാജഹാൻ, എലിസബത്ത് രാജകുമാരി, പാർട്ടി
കുന്നിക്കോട് ഏരിയ കമ്മിറ്റി അംഗം സഖാവ് റഹീംകുട്ടി, കോട്ടക്കവള ബ്രാഞ്ചംഗം സഖാവ് ബേബി, തെരുവിൻഭാഗം ബ്രാഞ്ചംഗം സഖാവ് രാമേന്ദ്രൻപിള്ള, നെട്ടയം ബ്രാഞ്ചംഗം സഖാവ് ചന്ദ്രൻ, വെളുന്നല്ലൂർ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ശശിധരൻപിള്ള, RSP നേതാവ് പ്രൊഫസർ KJ ശങ്കരൂടൻ, പാർട്ടി ദേവന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് വെളുന്നല്ലൂർ ആൻകൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് സുരേന്ദ്രൻപിള്ള, EMSന്റെ മരുമകൻ ഡോക്ടർ KC ദാമോദരൻ, ജനതാദൾ ജനതാദൾ നേതാവ് സരത് യാദവ്, മലനാടുകളുടെ ബ്രാഞ്ച് അംഗം സഖാവ് ഗോപാലകൃഷ്ണപിള്ള, മുൻ MP ചലച്ചിത്ര താരവുമായിരുന്ന സഖാവ് ഇന്നസെന്റ്, സാഹിത്യകാരി സാറ തോമസ്, ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ, പാർട്ടി മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം സുനിൽ ചോപ്ര, നിരമ്യൻ, നെട്ടയം ബ്രാഞ്ച് അംഗം സഖാവ് മോഹൻദാസ്, പാർട്ടി ടൗൺ ബ്രാഞ്ച് അംഗവും ചടയമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന സഖാവ് J. ഷംസുദ്ദീൻ, ചെറുവക്കൽ കാവനക്കോണം ബ്രാഞ്ച് അംഗം സഖാവ് സലീം, വെളുന്നല്ലൂർ കരിങ്ങന്നൂർ ബ്രാഞ്ച് അംഗം സഖാവ് വിഷ്ണു, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് മൃദന്റെ, പ്രശസ്ത സിനിമാതാരം അമ്മപ്പായ, നാടക നടൻ കബീർദാസ്, മുൻ നിരമേൽ LC അംഗം A. സലി, പത്തനംതിട്ട ഏരിയ സെക്രട്ടറി സഖാവ് P. R. പ്രദീപ്, പ്ലാന്റേഷൻ നേതാവ് സഖാവ് ലാലാജി ബാബു, LC അംഗം സഖാവ് രത്നാകരൻ, ചടയമംഗലം നോർത്ത് ബ്രാഞ്ച് അംഗം സഖാവ് വേണു, മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ M.A. കുട്ടപ്പൻ, കൊല്ലം ഈസ്റ്റ് AC അംഗം സഖാവ് മധു, സിനിമാതാരം പൂജപ്പുര രവി, സീനിയർ നടൻ കൊല്ലം സുധി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വെളുന്നല്ലൂർ മോട്ടോർകുന്ന് ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് മജീദ്, കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമൻ, കാന്തികൻ തേവറത്തോട്ടം സുകുമാരൻ, ആലുവായിൽ അരുങ്കൊല ചെയ്യപ്പെട്ട പിഞ്ചു ബാലിക, കടന്നൂർ ബ്രാഞ്ച് അംഗം സഖാവ് രാജീവ്, വയനാട്ടിലെ ജീപ്പ് അപകടത്തിൽ മരണപ്പെട്ട പ്ലാന്റേഷൻ തൊഴിലാളികൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ N. ബാബു, സിനിമാ സംവിധായകൻ KG ജോർജ്, ചിതറ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് രവീന്ദ്രൻ, കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് ദേവദാസ്, ചടയമംഗലം നോർത്ത് ബ്രാഞ്ച് അംഗം സഖാവ് അനിൽകുമാർ, വെളുന്നല്ലൂർ ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി രാജീവ്, കലാഭവൻ ഹനീഫ, തമിഴ് സിനിമാ നടൻ വിജയകാന്ത്, ചെറുവക്കൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് വിശ്വനാഥൻ, ജസ്റ്റിസ് ഫാത്തിമ, നോവലിസ്റ്റ് P. വത്സല, CPI മുൻ ജില്ലാ സെക്രട്ടറി R. രാമേന്ദ്രൻ, ലോക പ്രശസ്ത ചിത്രകാരൻ രാമേന്ദ്രൻ, പുല്ലുകോണം ബ്രാഞ്ച് അംഗം സഖാവ് തുളസീധരൻ, AILU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പാൽപ്പടി രവീന്ദ്രൻ, കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവർ, വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ വെടിഞ്ഞവർ, കൊൽക്കത്ത ആദ്യ ഹോസ്പിറ്റലിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടർ ഇടയ്ക്കോട് മുൻ ബ്രാഞ്ച് സെക്രട്ടറി S. സോമൻ, മുൻ കുന്നുംപുറം മുൻ ബ്രാഞ്ച് സെക്രട്ടറി കുമാരപിള്ള, തെരുവിൻഭാഗം ബ്രാഞ്ച് സെക്രട്ടറി M. മണികണ്ഠൻപിള്ള, രാധാകൃഷ്ണപിള്ള, തെരുവിൻഭാഗം മുൻ ബ്രാഞ്ച് അംഗം രാമേന്ദ്രൻപിള്ള, വെട്ടുവഴി ബ്രാഞ്ച് അംഗം K. രാജേന്ദ്രൻപിള്ള, കള്ളിക്കാട് ബ്രാഞ്ച് അംഗം S. അബ്ദുൾ റഹ്മാൻ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ആയിരുന്ന സഖാവ് G. തോമസ്, പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സുരേഷ് കുമാർ, മുൻ ബ്രാഞ്ച് സെക്രട്ടറി മധു കരിക്കത്തിൽ, മുൻ കോമളത്ത് ബ്രാഞ്ച് സെക്രട്ടറി ദീപകുമാർ, മുൻ ചെപ്ര ബ്രാഞ്ച് സെക്രട്ടറി വിജയൻ, ചെപ്ര ബ്രാഞ്ച് അംഗമായിരുന്ന രാജേന്ദ്രൻ, പുന്നക്കോട് ബ്രാഞ്ച് അംഗം തങ്കപ്പൻ തുടങ്ങിയവരുടെ വേർപാടിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. പിറകിലിരിക്കുന്ന സഖാക്കൾക്ക് ഇവിടെ കസേര ഇട്ടുകൊണ്ടിരിക്കാം, സെഷൻ ഇരിക്കാം, മുമ്പോട്ട് വരണം. തുടർന്ന് സ്വാഗതം ആശംസിക്കുന്നതിനായി
പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള സഖാവ് ടി രാജേന്ദ്രൻ നായർ അവരുടെ അവതരണം. CPIന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ചടയമംഗലം പാർട്ടി ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള സഖാക്കളെ, നമ്മുടെ സമ്മേളനത്തിന്റെ എല്ലാ നടത്തിപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുള്ള ഉദ്ഘാടകൻ സഖാവ് LNC പ്രസിഡന്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ സഖാവ് ചിന്താഗതി, എല്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും നമ്മുടെ സമ്മേളനത്തിൽ എത്തിയിട്ടുള്ള സഖാവിന്റെ കുറച്ച് യാതൊരു പ്രസംഗങ്ങളിലേക്കും സഖാവ് സമ്പദം, സഖാവ് ഉൾപ്പെടെയുള്ള നമ്മുടെ ജില്ലാ സംസ്ഥാന നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഏറെ കമ്മിറ്റികളും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നമ്മുടെ ഈ സംഘടനത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ചടയമംഗലത്തിലെ 28 ബ്രാഞ്ചുകളിൽ അതുപോലെ 9 ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഏരിയ സമ്മേളനത്തിലേക്ക് ഇത് കഴിഞ്ഞ് എല്ലാ സമ്മേളനം പ്രാവശ്യം പൂർത്തീകരിച്ചിട്ടുള്ളൂ. സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയിൽ 1997 ശേഷം ഇതിപ്പോഴാണ് സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയിൽ. ആ സമ്മേളനത്തിന്റെ എല്ലാം വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിരവധിയായ സംഘടനാ പ്രവർത്തനങ്ങൾ, അതിപ്പോൾ സംശയങ്ങൾക്ക് വേണ്ടിയുള്ള കല്യാണത്തിന് വേണ്ടിയുള്ള അതിൻ്റെ പരിശീലനം, അതുപോലെ തന്നെ സംഘടനകളുണ്ട്. ഇതടക്കമുള്ള വ്യാപകമായ പ്രവർത്തനം നമ്മുടെ പ്രദേശത്തും നമ്മുടെ ജില്ലയിലും പൊതുവെ വന്ന നമ്മുടെ സംസ്ഥാനത്താകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല. എല്ലാ ബംഗാൾ പ്രസംഗത്തിൽ ശാരീരിക സമാനമായ പരിപാടി നിരവധി നേതാക്കളുടെ സമ്മേളനത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ പാർട്ടി ഏരിയ സമ്മേളനം കഴിഞ്ഞ പ്രാവശ്യം ക്രമീകരിച്ചായിരുന്നു. അത് ഈ 23ാം പാർട്ടി അതിനു മുമ്പുള്ള സമ്മേളനം
2018 ഏരിയ സമ്മേളനം എന്നതിൻ്റെ ഓർമ്മ അത് ചടങ്ങുകൾ വെച്ചാണ് നടന്നത്. ഇത് വിവിധ സന്ദർഭങ്ങളിലായി നമ്മുടെ പാർട്ടി ഏരിയ സമ്മേളനം പല ലോക്കൽ മേഖലകളിലായി വെച്ച് നടന്നു. നമ്മുടെ ഈ 24 പാർട്ടികളുടെ വിശിഷ്ടങ്ങളുടെ ഏരിയ സമ്മേളനം ചടങ്ങുകൾക്ക് നാം എടുക്കുമ്പോൾ വളരെ പരിമിതികൾ നമുക്ക് കൊടുക്കും. ആ പരിമിതികൾ 22 വർഷത്തോളമായിട്ട് നേരത്തെ പരിമിതികൾ. അപ്പൊ ആ പരിമിതികളോടുകൂടിയാണ് നമ്മുടെ ഈ സമ്മേളനം നാം ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ്. എന്നിരുന്നാൽ കൂടി എല്ലാ പരിമിതിക്കും ഉയർന്നതും നമ്മുടെ ഈ സമ്മേളനം എല്ലാ അർത്ഥത്തിലും നമുക്ക് വിജയപൂർവ്വം ആരംഭിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ചടങ്ങുകളിൽ പഞ്ചായത്തിലെ സാഹചര്യം വിവിധ കമ്മിറ്റികളോട് ബന്ധപ്പെട്ട് തന്നെ നല്ല സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിവസങ്ങളിൽ കൂടി 3 ദിവസങ്ങളിൽ കൂടി ഈ സമ്മേളനം നടക്കുന്നു. അതിന്റെ വിവിധ സംഘടനാ സമിതികളുടെ ഞാൻ ഈ സമ്മേളനത്തിന്റെ മുഴുവൻ പരിപാടിയെ പറ്റി പറയുന്നില്ല. ഇന്നലെ നമ്മുടെ പൊതുസമ്മേളന നഗരിയായ നമ്മുടെ പൊതുസമ്മേളന നഗരി നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അന്തരിച്ച സഖാവ് ശ്രീരാമൻ അച്ഛൻ്റെ നടത്തിയെത്തിയിട്ടുള്ള ആ ചടങ്ങുകളിലെ SRTC ബസ് ഇതിനെ കുടിമരവും പതാകയും കുടിമരം അമ്പലമുള്ള നമ്മുടെ സാക്ഷിയായിട്ടുള്ള സഖാവ് പൊന്മക്കന്റെ സൂര്യമണ്ഡലത്തിലുള്ള പതാക നമ്മുടെ മുന്നേറ്റോട് വിശ്വനാഥ് ശ്രീനാഥമാണ് അവിടെ ആരംഭിച്ച് അത് 2 മണിക്കൂർ ഉയർത്തി അതോടുകൂടി ഇന്നലെ സഹായമുള്ള നമ്മുടെ ഇനി ഇന്നും നാളെ 2 ദിവസത്തെ ഒരു സമ്മേളനം 25 ചടയമംഗലം പഞ്ചായത്തിലെ 2 കമ്മിറ്റികളാണ്. ഈ 2 കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ഒരു 12,000 പത്രം പങ്കെടുക്കുന്ന റാലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 9 ലോക്കൽ മേഖലകളുണ്ടായി. ഇവിടെ ഈ ലോക്കലിൽ വോളണ്ടിയേഴ്സ് പരേഡും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതിനെല്ലാം എല്ലാ പ്രദേശങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വോളണ്ടിയേഴ്സും അവിടെ ഏരിയ തരത്തിലുള്ള ഈ പരിപാടി പലയിടത്തും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാക്കി ഈ നമ്മൾ നല്ല നിയമത്തോടുകൂടി കാര്യങ്ങൾ നടക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് ചടങ്ങും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ പൊതുസമ്മേളനം നടക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഹോദരിയെ അപേക്ഷിച്ച് പേരിൽ ഉയർത്തിയുള്ള ഈ വേദിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിന് പാലക്കാടുള്ള എല്ലാ സഭകളിലെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമയിൽ ഞാൻ അറിയാതെ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ സഖാവ് B. ശ്രീകുമാറാണ്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ്
ജന്മിച്ച ഷാജുരാണ് അതിന് വളരെ ബഹുമാനത്തോളം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമ്മേളനത്തിൽ സുബേദൻ പങ്കെടുക്കും, ജില്ലാ സെക്രട്ടറി പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ട് പങ്കെടുക്കും. അപ്പോൾ സുഖാവേശം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സംഘടനാ പ്രവർത്തനത്തിനും നമ്മുടെ ഈ ഏരിയയിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിനും നമുക്ക് വഴികാട്ടിയായി നിലനിൽക്കുന്ന ചിന്താലയവും നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയാകാം, മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റിയാകാം, കേന്ദ്രമായ കമ്മിറ്റിയാകാം, അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കും ഒപ്പം തന്നെ സഹാബി ചിന്താലയങ്ങളുണ്ട്. ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട്. സഹാബി ചിന്താലയവും സഹാബ് ജയമോഹൻ, ജില്ലാ സെക്രട്ടറി ബഹുമാനായിട്ടുള്ള ജയമോഹൻ, സഹാബ് കുറിപ്പ്, സഹാബ് ഗവൺമെൻറ് കഴിഞ്ഞവർക്കും സഹാബി സുന്ദർ, സഹാബി കേന്ദ്രങ്ങൾ, അതുപോലെ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗവും സഹകരണത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല നിലയിൽ നേതൃത്വം പി കെ ബാലൻ, അദ്ദേഹത്തെ സംഘടനാ സമിതിയുടെ ഞാൻ കൺവീനർ കൂടിയാണ്. അതുപോലെ തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി പറ്റി ഈ സംഘടനാ സമിതിക്ക് നസീർ നമ്മുടെ ഏരിയ സെക്രട്ടറി ഇതുവരെ ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റൊരു കല്യാണത്തിന് വേണ്ടി എത്തിച്ചേർന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ബഷീർ സാർ നമ്മുടെ വേദിയിലുള്ള, അതുപോലെ തന്നെ കരാളമാണ് ഉണ്ടായിരുന്ന പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വ പദവിയിലുണ്ടായിരുന്ന നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവരുടെ പദവികളുണ്ട്. അതുപോലെ തന്നെ എല്ലാ സമ്മേളന പദവികളെയും സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ആണഭൂമി, കന്യാമർമ്മ, ദേശാഭിമാനി എന്നിവ ഈ 4 പത്രങ്ങൾ ഉൾപ്പെടെയുള്ള പത്രപ്രതിനിധികളെയും അതുപോലെ തന്നെ നമ്മുടെ ചാനലുകൾ, ലോക്കൽ ചാനലുകൾ കുറെ ജീവനക്കാരെ കൊണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ഉദ്ഘാടന സെഷനിൽ അപ്പോൾ അവരെല്ലാം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാ മീഡിയ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടനാ സമിതി ഭാരവാഹികൾ നിരവധി പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി വളരെ മുഷിഞ്ഞ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിരവധി ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സംഘടനാ സമിതിയുടെ ഭാരവാഹികൾ പ്രവർത്തകരും നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ സമ്മേളന പ്രതിനിധികളാണ് അല്ലാത്ത ഈ പാർട്ടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി, ഏരിയ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നത് എല്ലാവരും സാറിലെ ഉദ്ഘാടനത്തിന് മുമ്പായി 5 മിനിറ്റ് സമയം ചായക്കിടെ എടുക്കുകയാണ്. അവരുടെ സീറ്റുകളിൽ ഇരുന്നാൽ മതി. സീറ്റുകളിൽ ഇരുന്നാൽ മതി. ചായ
ശേഷം ഇവിടം വരെ എത്തിയത്. അതിന് ചെറിയ വീഴ്ചയിലൊന്നും തളരില്ല. പറഞ്ഞുകൂടാ. ചടയമംഗലം ഏരിയ സമ്മേളനം ചായ കഴിക്കുന്നതിന് വേണ്ടി പ്രതിനിധികൾ 5 മിനിറ്റത്തേക്ക് ഈ സമ്മേളനം നിർത്തിവെച്ചിരിക്കുകയാണ്. സമ്മേളനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അതിനുശേഷം സാക്ഷിയിലൂടെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്.